ഹലോ, നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 4-ലെ റിംജിമിനകത്തെ 9ാമത്തെ ചാപ്റ്റർ ആണ്. സോ ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് സ്വതന്ത്രത കി ഓർ. ചാപ്റ്ററിന്റെ പേര് സ്വതന്ത്രത കി ഓർ. സ്വതന്ത്രത മീൻസ് ഫ്രീഡം. നമുക്ക് ഫ്രീഡം കിട്ടുക, അതിന്റെ ഒരു ചാപ്റ്റർ ആണിത്. धनी को पता था कि आश्रम में कोई बड़ी योजना बन रही है, पर उसे कोई कुछ नहीं बताता. ധനി എന്ന് പറഞ്ഞ കൊച്ചിന് ധനിക്കോ പതാ था, ധനിക്ക് അറിയായിരുന്നു കി ആശ്രമത്തിൽ കോയി ബഡി യോജന, എന്തോ ഒരു വലിയ ഗൂഢാലോചന. യോജന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്ലാനിങ്, ഓക്കെ, ബൻ റഹി ഹെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉസെ കോയി കുച്ച് നഹി ബതാത്ത, അവനോടൊന്നും ആരും പറയില്ല. ഓക്കെ, വേ സബ് സമജ്തേ ഹേ, വേ എന്ന് പറയുമ്പോ അവരെല്ലാവരും വിചാരിക്കുന്ന, സമജ്തേ ഹേ കി മേ 9 സാൽ കാ ഹൂം ഇസ്ലിയേ മേ ബുദ്ധു ഹൂം. അവരെല്ലാം വിചാരിക്കുന്നത് കി മേ, ഞാൻ 9 സാൽ എന്ന് പറയുമ്പോ 9 വയസ്സുകാരനാണ്. ഇസ്ലിയെ, അത് കാരണം ഞാൻ ഒരു ബുദ്ധുവാണ് എന്ന് പറയുമ്പോ വിവരമില്ലാത്ത ഒരു കൊച്ചാണെന്ന് അവര് വിചാരിക്കുന്നത്. പർ മേ ബുദ്ധു നഹി ഹൂ, പക്ഷെ ഞാൻ, മേ എന്ന് പറയുമ്പോ ഞാൻ, ബുദ്ധു നഹി ഹൂ, ഞാൻ ബുദ്ധു അല്ല, ഞാൻ വിവരമില്ലാത്ത ഒരു കുട്ടിയല്ല, അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധി അല്ല, എനിക്ക് നല്ല ബുദ്ധി ഉണ്ട് എന്ന് ധനി മൻ ഹി മൻ ബടബടായ. ധനി എന്ന് പറഞ്ഞ കൊച്ചു മൻ ഹി മൻ, മനസ്സിൽ ഇങ്ങനെ എണ്ണി പറക്കുക. ബടബടാന മീൻസ് എണ്ണി പറക്കണേനാണ് പറയുന്നത്, ബടബടാന. ഓക്കെ, ധനി ഓർ ഉസ്കെ മാതാ പിതാ, ധനി ഓർ, ധനിയും അവന്റെ അപ്പനും അമ്മയും, പപ്പേ അച്ഛനും അമ്മയും ആരാച്ചാലും, പാരന്റ്സ് ബഡി ഖാസ് ജഗ രഹത്തെ थे, അവർ വലിയൊരു ബഡി ഖാസ് ജഗ എന്ന് പറയുമ്പോ ഒരു ഇമ്പോർട്ടന്റ് സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നേ. അഹമ്മദാബാദ് കെ പാസ് മഹാത്മാ ഗാന്ധി കെ സാബർമതി ആശ്രം മേ. അപ്പൊ ഇതെന്താ, വലിയൊരു സ്ഥലമാണല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? അഹമ്മദാബാദ് കെ പാസ് മഹാത്മാ ഗാന്ധി കെ സാബർമതി ആശ്രം മേ രഹത്തെ थे. അപ്പൊ മഹാത്മാഗാന്ധിയുടെ സാബർമതി ആശ്രമത്തിലായിരുന്നു ഇവര് താമസിച്ചിരുന്നത്. ജഹാ പൂരെ ഭാരത് സെ ലോഗ് രഹനെ ആത്തെ थे, ജഹാ അവിടെ പൂരെ ഭാരത്, പൂരെ എന്ന് പറഞ്ഞാൽ മുഴുവൻ അല്ലെങ്കിൽ എല്ലാ ഭാരതത്തിലെ, ഭാരത് സേ ലോഗ്, ലോകത്തെ എല്ലാ, ഭാരതത്തിന്റെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ലോഗ് രഹനെ ആത്തെ थे, അവിടെ ആൾക്കാർ താമസിക്കാൻ വരുമായിരുന്നു. ഗാന്ധിജി की तरह वे सब भी भारत की स्वतंत्रता के लिए लड़ रहे थे. ഗാന്ധിജി की तरह, ഗാന്ധിജിയെ പോലെ, വേ സബ് ഭി, അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും, ഭാരത് की സ്വതന്ത്രത, ഭാരതത്തിന്റെ സ്വതന്ത്രത के लिए लड़ रहे थे, എല്ലാവരും യുദ്ധം ചെയ്യാൻ റെഡി ആയിരുന്നു, ഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. जब वे आश्रम में ठहरते तो चरखों पर खादी का सूत कातते, भजन गाते और गांधी जी की बातें सुनते. जब वे आश्रम में ठहरते, അപ്പൊ जब वे आश्रम में ठहरते, ഠ ആണ് കേട്ടോ, ട അല്ല, ടമാറ്ററിന്റെ ട അല്ല, അത് ഠ ആണ്, ठहरते. അപ്പൊ അത് നമുക്ക് കുറച്ച് ഉറക്കെ പ്രൊണൗൺസ് ചെയ്യണം. അപ്പൊ ഇവര് ആശ്രമത്തിൽ, ठहरना മീൻസ് താമസിച്ചുകൊണ്ടിരിക്കുക, നിൽക്കുമ്പോ ചർഖോ പർ ഖാദി കാ സൂത്ത് കാത്തത്തെ. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ചർഖ, ഇവിടെ ഫോട്ടോ തന്നിട്ടുണ്ട്, ഇതാണ് ചർഖ. ഇതിലാണ് ഈ ഖാദിയുടെ തുണി ഉണ്ടാക്കി ഭജൻ ഗാത്തെ, ഭജൻ പാടിയിട്ട്, ഭജൻ എന്ന് പറയുമ്പോ പാട്ട് റിലീജിയസ് പാട്ട്സ് ഒക്കെ പാടി, ഓർ ഗാന്ധിജി കെ ബാത്തി സുനത്തെ, ഓർ ഗാന്ധിജിയുടെ ബാത്തെ സുന്ന എന്ന് പറയുമ്പോ ഗാന്ധിജി പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക, കഥ പറയുക, എന്താ വെച്ചാലും കേൾക്കുക. സബർമതി മേ സബ്കോ കോയി ന കോയി കാം കർണ ഹോത്ത. സബർമതിയിൽ താമസിക്കുമ്പോ സബ്കോ, എല്ലാവർക്കും, കോയി ന കോയി, എന്തെങ്കിലും ഒരു ജോലി, കാം എന്ന് പറയുമ്പോ ജോലി, കർണ ഹോത്ത, ചെയ്തേ പറ്റൂ. മനസ്സിലായോ? അവിടെ താമസിക്കുമ്പോ ആരും വെറുതെ ഇരിക്കില്ല, എല്ലാവരും എന്തെങ്കിലും ജോലി ചെയ്യും. ഖാന പക്കാന എന്ന് പറയുമ്പോ ഖാന പക്കാന, ചോറുണ്ടാക്കുക,
ബർത്തൻ ധോന, ബർത്തൻ ധോന എന്ന് പറയുമ്പോൾ പാത്രം കഴുകുക. കപ്പടേ ധോന, കപ്പടേ എന്ന് പറയുമ്പോൾ വസ്ത്രം, വസ്ത്രം കഴുകുക. കുവേസെ പാനി ലാന, കുവ എന്ന് പറയുമ്പോ എന്താ, കിണറ്റിനകത്തുനിന്ന് വെള്ളം കൊണ്ടുവരാ. ഗായ്, ഗായ്, ഗായ് എന്ന് പറയുമ്പോ എന്താ, പശു. ഓർ ബക്കരി, ബക്കരി എന്ന് പറയുമ്പോ ആട്, ആട്. गाय और बकरियों का दूध दुहना और सब्जी उगाना. गाय और बकरियों का दूध दुहना मीन्स പശുവിന്റെയും ആടിന്റെയും ഒക്കെ പാലെടുക്കുക രാവിലെ രാവിലെ. ഓക്കെ. ഓർ സബ്ജി ഉഗാന, പിന്നെ പച്ചക്കറി നടുക. ഉഗാന മീൻസ് നടുക. ധനി കാ കാം ഥാ, ധനിയുടെ എന്തായിരുന്നു പണി, ബിന്നി की देखभाल करना, ബിന്നി की देखभाल करना. ബിന്നി ആശ്രം की एक बकरी थी. അപ്പൊ ബിന്നി ആരായിരുന്നു, ബിന്നി ആശ്രമത്തിലെ ഒരു ബക്കരി ആയിരുന്നു. ബക്കരി എന്ന് പറഞ്ഞാൽ ആട്ടും കുഞ്ഞ്, കുഞ്ഞ് ആടായിരിക്കും. ധനി കോ അപ്നാ കാം പസന്ത് താ, ധനിക്കോ, ധനിക്ക് അപ്നാ കാം, അവന്റെ കാം എന്ന് പറയുമ്പോൾ ജോലി, പസന്ത് താ ഇഷ്ടമായിരുന്നു. ക്യോക്കി ബിന്നി ഉസ്കി സബ്സെ അച്ഛി ദോസ്ത് थी. ക്യോക്കി ബിന്നി ഉസ്കി, ബിന്നി അവന്റെ സബ്സെ അച്ഛി ദോസ്ത് थी, ഏറ്റവും, സബ്സെ അച്ഛി എന്ന് പറയുമ്പോ ഏറ്റവും നല്ല കൂട്ടുകാരി ആയിരുന്നു. ദോസ്ത് थी. ഓക്കെ. അപ്പൊ थी എന്ന് പറയുമ്പോ ഇനി ഒരു ഫീമെയിൽ ആണ്. ഓക്കെ. ധനി കോ ഉസ്സെ ബാത്തേ കർണ അച്ഛാ ലഗ്താ था. ധനി കോ, ധനിക്ക് ഉസ്സെ ബാത്തേ കർണ, ആ ഗിന്നിയോട്, ആ ഈ ആട്ടുംകുട്ടിയോട് വർത്താനം പറയാൻ, ബാത്തേ കർണ അച്ഛാ ലഗ്താ था. അച്ഛാ ലഗ്ന എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു. അച്ഛ എന്ന് പറയുമ്പോ സന്തോഷായിരുന്നു. ഉസ് ദിൻ സുബ, അന്ന് രാവിലെ, धनी बिन्नी को हरी घास खिलाकर उसके बर्तन में पानी डालते हुए बोला. उस दिन सुबह, അന്ന് രാവിലെ ധനി എന്ന് പറഞ്ഞ കൊച്ച് ബിന്നിക്കോ ഹരി ഘാസ് ഖിലാക്കർ, ബിന്നിക്ക് ഹരി ഘാസ് എന്ന് പറയുമ്പോ പച്ച പുല്ല്, ഘാസ് എന്ന് പറയുമ്പോ പുല്ല്, ഖിലാക്കർ കഴിപ്പിച്ചിട്ട്, ഉസ്കെ ബർത്തൻ മേ പാനി ഡാൽത്തെ ഹുവേ, ഗിന്നിയുടെ പാത്രത്തിനകത്ത്, ബർത്തൻ എന്ന് പറയുമ്പോ പാത്രത്തിനകത്ത്, പാനി ഡാൽത്തെ ഹുവേ, പാനി എന്ന് പറയുമ്പോ വെള്ളം, ഡാൽന എന്ന് പറയുമ്പോ ഒഴിക്കുക, ഒഴിച്ചോണ്ടിരിക്കുമ്പോ പറയും. ഹുവേ ബോല, കോയി ബാത് ജറൂർ ഹൈ ബിന്നി, വേ സബ് ഗാന്ധി ജി കെ കമരെ മേ ബാഠ് കർ ബാത്തേ കർത്തെ ഹൈ. എന്തോ കോയി ബാത് ജറൂർ ഹൈ ബിന്നി, എന്തോ ഒരു കാര്യമുണ്ട് ബിന്നി. ഇവൻ ഈ ആട്ടുംകുട്ടിയോട് പറയാണ്. വേ സബ്, അവരെല്ലാവരും, ഗാന്ധിജി കെ കമരേമേ, ഗാന്ധിജിയുടെ റൂമിനകത്ത്, ബാഠ് കർ ഇരിക്കുക, ഇരുന്നിട്ട്, ബാത്തേ കർത്തെ ഹേ, വർത്താനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കോയി യോജന ബനായി ജാ രഹി ഹൈ, എന്തോ ഒരു, കോയി എന്ന് പറയുമ്പോ സം, സം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോജന, പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. മേ സബ് സമസ്ത ഹൂ, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സമസ്ത എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ബിന്നി ने घास चबाते हुए सिर हिलाया. ബിന്നിനെ ഘാസ് ചബാത്തേ ഹുവേ, ഘാസ് എന്ന് പറയുമ്പോ പുല്ല്, ചബാന എന്ന് പറയുമ്പോ ചവയ്ക്കുക, പുല്ലും ചവച്ചോണ്ട് തല ഇളക്കി. ആട്ടുംകുഞ്ഞല്ലേ തലയിൽ ഇളക്കുള്ളൂ. സെർ ഹിലായ, സെർ എന്ന് പറയുമ്പോ, സിർ എന്ന് പറയുമ്പോ തല, ഹിലാന എന്ന് പറയുമ്പോ ഇളക്കുക. ജൈസെ കി വ ധനി കി ബാത് സമജ് രഹി ഹോ, ജൈസെ കി, അതിനെ കണ്ടാ തോന്നും അവന്, ആട്ടുംകുഞ്ഞിന് ധനി കി ബാത്, ധനിയുടെ വർത്താനം, സമജ് രഹി ഹോ, മനസ്സിലാവുന്ന പോലെയാണ്. ഈ ആട്ടുംകുഞ്ഞ് ഈ പുല്ലും ചവച്ചതിന് തല ഇളക്കി ഇങ്ങനെ ഇരിക്കുന്നേ. ധനിക്കോ ഭൂക്ക് ലഗി, ധനിക്ക് വിശന്നു, വിശക്കാൻ തുടങ്ങി. ഭൂക്ക് ലഗ്ന മീൻസ് വിശക്കുക, ഭൂക്ക് എന്ന് പറയുമ്പോ വിശക്കുക. കുദത്തി ഫാദത്തി ബിന്നി കോ ലേക്കർ വ റസോയി ഘർ കി തറഫ് ചലി. കൂതത്തി ഫാദത്തി, ഇങ്ങനെ ആട്ടുംകുട്ടിയോട് ചാടിയോണ്ടിരിക്കില്ല, അതിനാണ് പറയാ കൂതന ഫാദന. അപ്പൊ അവനും ചാടി, ചാട്ടമാണ്, ചാട്ടം, കുഞ്ഞു കൊച്ചല്ലേ. ബിന്നി കോ ലേക്കർ, ബിന്നിനെ കൊണ്ട്, വഹ്, വഹ് റസോയി ഘർ എന്ന് പറയുമ്പോ കിച്ചൺ, റസോയി ഘർ കി തറഫ് ചല, റസോയി ഘർ കിച്ചന്റെ തറഫ് എന്ന് പറയുമ്പോ കിച്ചണിലെ ഏരിയോട്ട് പോയി, അല്ലെ കിച്ചൺ ഇപ്പൊ ബാക്കിലാണെങ്കിൽ ആ സ്ഥലത്തേക്ക് പോയി എന്ന് പറയുന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഈ ബിന്നിയെ കൊണ്ടുപോകാൻ പോയി. ഉസ്കി മാ ചൂൽഹ ഫൂക്ക് റഹി തി, അവന്റെ അമ്മ ചൂൽഹ എന്ന് പറയുമ്പോ അടുപ്പ്, വിറകടുപ്പ്, ഫൂക്ക് റഹി തി, ഫൂക്കന എന്ന് പറയുമ്പോ ഊതുകായിരുന്നു. ഇപ്പൊ വിറക് വെച്ച് നമ്മള് കൊള്ളോണ്ട് ഊതില്ലേ, അതിനാണ് പറയാ ഫൂക്ക് റഹി തി. ഓർ കമറേ മേ ധുആ ഭർ രഹാ ഥാ, ഓർ കമറേ മേ, ആ റൂമിനകത്ത്, കമറ എന്ന് പറയുമ്പോ റൂമിനകത്ത്,
ധുവാ ബറാത്ത, പുക നിറയുമായിരുന്നു. കത്താണ്ടിരിക്കുമ്പോ ചിലപ്പോ പുക നിറയില്ലേ, ഇതെല്ലാ പിള്ളേർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അമ്മ ക്യാ ഗാന്ധിജി കഹി ജാ രഹേ ഹെ, ഉസ്നെ പൂച്ച. അമ്മ ക്യാ ഗാന്ധിജി കഹി ജാ രഹേ ഹെ, അമ്മയോട് അവൻ ചോദിക്കും ഗാന്ധിജി എവിടെയെങ്കിലും പോകുകയാണോ, ക്വസ്റ്റ്യൻ മാർക്ക്. രഹേ ഹെ ഉസ്നെ പൂച്ച, അവൻ ചോദിച്ചു. ഖാസ്തേ ഹുവേ മാ ബോലി, ഖാസ്ന മീൻസ് ചുമക്കണേന്നാണ് പറയാ, ഖാസി. അപ്പോ ഖാസ്തേ ഹുവേ മാ ബോലി, ചുമച്ചോണ്ട് അമ്മ പറഞ്ഞു സബ് യാത്ര പർ ജാ രഹേ, അവരെല്ലാം യാത്രക്ക് പോകുകയായിരുന്നു. യാത്ര കഹാ ജാ രഹേ ഹെ, ധനിനെ സവാൽ കിയ. യാത്ര എങ്ങോട്ട്, കഹാ ജാ രഹേ, എവിടെ പോകുവാണ്. കഹാ എന്ന് പറയുമ്പോ എവിടെ, എവിടെ പോവാണ്, ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതെല്ലാം കേട്ടോ. സമുദ്ര കെ പാസ് കഹി, സമുദ്രത്തിന്റെ അടുത്തോട്ട് എന്ന് പറയും. അബ് സവാൽ പൂച്ഛന ബന്ദ് കരോ, ഇനി അബ്, ഇനി സവാൽ പൂച്ഛന ബന്ദ് കരോ, ഇനി ചോദ്യം ചോദിക്കല് നിർത്താൻ പറയും. ഓർ ജാവോ യഹാ സെ ധനി, ഓർ ജാവോ യഹാ സെ ധനി, ഓർ ജാവോ, ജാവോ എന്ന് പറയുമ്പോ ഇവിടുന്ന് പോവാൻ പറയും. അമ്മ സറ ഗുസ്സേ സെ ബോലി, അമ്മ സറ, അമ്മ കുറച്ച്, സറ ഗുസ്സേ സെ ബോലി, കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. പെഹ്ലെ മുझे खाना पकाने दो, പെഹ്ലെ മുझे, ആദ്യം എനിക്ക്, ഖാന എന്ന് പറയുമ്പോ ആഹാരം, പക്കാനേ ദോ ഉണ്ടാക്കാൻ തരാൻ പറയും. ആദ്യം ഞാൻ ആഹാരം ഉണ്ടാക്കട്ടെ എന്ന് പറയും. ഇപ്പൊ ദേഷ്യത്തോടെ അമ്മ പറയും, നീ ഇവിടുന്ന് പോ, ഞാൻ ആദ്യം ആഹാരം ഉണ്ടാക്കട്ടെ എന്ന് പറയും. ഓക്കെ. ധനി സബ്ജി की क्यारियों की तरफ निकल गया जहां बूंदा बिंदा आलू खोद रहा था. അപ്പൊ ഇവൻ ഈ സബ്ജി വളർത്തുന്ന സ്ഥലത്തോട്ട് തറഫ് നിക്കൽ പോയി, ജഹാ അവിടെ, ബൂഢ, ബൂഢ, ബൂഢ ബിന്ദ ആലു ഖോദ് രഹാ ഥ, ആലു എന്ന് പറയുമ്പോ ഉരുളങ്കിഴങ്ങ് നടാൻ പോവായിരുന്നു. ബിന്ദ ചാച്ച ധനി ഉസ്കെ പാസ് ബൈഠ് ഗയ, ധനി ഈ ബിന്ദ ചാച്ചയുടെ അടുത്ത് ഇരുന്നു. ബിന്ദ ചാച്ച എന്ന് പറയുമ്പോ പ്രായമുള്ള ഒരു മനുഷ്യൻ, അച്ഛന്റെ അനിയനൊക്കെ ചാച്ച എന്ന് പറയും. അപ്പൊ ഈ മനുഷ്യന്റെ അടുത്ത് പോയിരുന്നു. ആപ്പി യാത്ര ജാ രഹേ ഹേ ക്യാ, അപ്പൊ നിങ്ങളും, ആപ്പ് എന്ന് പറയുമ്പോ മൂത്തോരെ പറയുന്നതാണ്, നിങ്ങളും യാത്രക്ക് പോകുവാണോ ചോദിക്കും. ബിന്ദാനെ സർ ഹിലാക്കർ മനാക്കിയ, ബിന്ദ തല ഇളക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ തല ആട്ടി കാണിച്ചു കൊടുത്തു. സർ ഹിലാന എന്ന് പറയുമ്പോ തല ആട്ടിയിട്ട്, മനാക്കിയ ഇല്ല എന്ന് പറയില്ലേ നമ്മൾ, ചിലപ്പോ വർത്താനം പറയാണ്ട് തല മാത്രം കുലുക്കില്ലേ, അങ്ങനെ കാണിച്ചു. ഉസ്കെ കുച്ച് ബോൽനെ സെ പെഹ്ലെ ധനി നെ ഉതാവലെ ഹോക്കർ പൂച്ച, ഉസ്കെ കുച്ച് ബോൽനെ സെ പെഹ്ലെ, ഈ ബിന്ദ ചാച്ച പറയുന്നേക്കാ, ഉസ്കെ കുച്ച് ബോൽനെ സെ, കുച്ച് എന്തെങ്കിലും പറയുന്നേക്കാ മുമ്പ്, പെഹ്ലെ ധനിനെ ഉതാവല താവലെ ഹോക്കർ പൂച്ച, ധനി എക്സൈറ്റ്മെന്റില്, ധൃതിയിൽ ചോദിച്ചു, ഭയങ്കര ഒരു ആകാംക്ഷയോടെ ചോദിച്ചു. കോൺ ജാ രഹാ ഹെ, കോൺ ജാ രഹേ ഹെ, കഹാ ജാ രഹേ ഹെ, ക്യാ ഹോ രഹാ ഹെ. കോൺ എന്ന് പറയുമ്പോ ആരാ, ജാ രഹേ ഹെ ആരാ പോകുന്നേ, കഹാ ജാ രഹേ എവിടെ പോകുവാണ്, ക്യാ ഹോ രഹാ ഹെ എന്താണ് ഇവിടെ സംഭവിക്കുന്നേ. അപ്പോ ഇതൊരു രസകരമായ ചാപ്റ്ററാണ്. ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിന്റെ പാർട്ട് 1 പാർട്ട് 2 ഞാൻ ഇടുന്നുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതുവരെ സ്റ്റോറി മനസ്സിലായി കാണുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതിന്റെ പാർട്ട് 2 ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു. താങ്ക്സ് ഫോർ